ഹായ് ഗായ്സ്, ഇപ്പോൾ ഇത് ഞാൻ രണ്ടാഴ്ച മുമ്പ് മാനന്തവാടി പോയപ്പോൾ അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. മാനന്തവാടി നമ്മുടെ DF ഓഫീസിൻ്റെ തൊട്ടടുത്ത് നഗരവനം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ ഇങ്ങനെ ചെന്നപ്പോൾ അവിടുത്തെ എൻട്രൻസും കാര്യങ്ങളും എന്നോട് എടുക്കാൻ പറ്റുകയും ഇപ്പം 30 രൂപയാണ് അവിടുത്തെ ഫീസ്. DF ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു പാർക്ക് പോലെയാണ്. അപ്പോൾ നഗരത്തിലുള്ളൊരു ചെറിയൊരു പാർക്ക് എന്നുള്ള രീതിയിലുള്ളൊരു പരിപാടിയാണ്. 30 രൂപ എടുത്തിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് കയറി. ഒരു ചെറിയൊരു അധികം ആളുകളൊന്നും ഇതിൽ പാർക്കിലെവിടെയും കണ്ടില്ല. ആദ്യം നമ്മൾ ഒരു ഫോണിലേക്ക് ഇറങ്ങിയിട്ട് വേണം. ഫോൺ അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അതിന് ശേഷം കുറച്ചധികം നടക്കാറുണ്ട്. അപ്പം ഇത് അവിടെ ഉണ്ടായിരുന്നൊരു കടുവയുടെ ഒരു സ്റ്റാച്യു ആണ്. അതിനുശേഷം ഇങ്ങനെ കുറേ ചെങ്കൽ പാതകൾ, ഈ ചെങ്കൽ വഴിയുള്ള ഒരുപാട് പാതകളുണ്ട്. പിന്നെ സൈഡിലൊക്കെ നിറയെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പിടങ്ങളുണ്ട്. പിന്നെ ഒരുപാട് പ്ലാന്റ്സിൻ്റെ ഒക്കെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്ലാന്റ്സിനൊക്കെ. പൊതുവിൽ അവിടെ ആൾക്കാരുണ്ട്, തിരക്കൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് കുറേ കുട്ടികളും കപ്പിൾസൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അതല്ലാതെ ആരും സന്ദർശകരായിട്ട് വരാറില്ല. എനിക്ക് തൊട്ട് മുമ്പിൽ ഫാമിലിയായിരുന്നു. ഞാൻ വേഗം നടന്നുകൊണ്ട് അവരെ ഞാൻ പാസ് ചെയ്തു പോയി. സോ ഇങ്ങനെ ഒറ്റയ്ക്ക് നമുക്കൊരു സോളോ ട്രിപ്പ് പോലെ ഇങ്ങനെ എന്താ പറയുക നടക്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ളൊരു വഴിയാണത്. അപ്പം നിറയെ ചീവീടുകളുടെയൊക്കെ ഒരു ശബ്ദം കേൾക്കാൻ പറ്റും. ഞാനിങ്ങനെ നടന്നിരിക്കുകയാണ്. കുറച്ച് അധികം എത്ര ടൈം എടുത്തൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു കിലോമീറ്ററിലൊന്നും താഴെ ഇതിൻ്റെ ദൂരം എന്ന് എനിക്ക് തോന്നുന്നു. അധികം ദൂരമൊന്നും കണ്ടില്ല. ഇങ്ങനെ കുറേ ചെങ്കൽ പാതകൾ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന പാതയാണ്. ഞാൻ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ കൊടുത്തു. ഇങ്ങനെ കുറേ ഇരിപ്പിടങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2 ടോയ്ലറ്റ്സ് ഉണ്ട്, ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്. പിന്നെ പക്ഷെ അത് രണ്ടും വർക്കിംഗ് അല്ല, അത് രണ്ടും പൂട്ടിയിട്ടിരിക്കുക. എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ കുറേ ആൾക്കാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കും ടോയ്ലറ്റിൽ പോകാമെന്ന് വെച്ചാൽ ചിലപ്പം ബ്ലോക്കാക്കിയിട്ടുള്ളതുകൊണ്ട് എന്താണെന്നറിയില്ല. പിന്നെ ഇത് പറഞ്ഞ പോലെ ഒരു ഏറുമാട് അതിൻ്റെ ഉള്ളിലുണ്ട്. എന്ന് വെച്ചാൽ അവിടെ കുട്ടികളൊക്കെ ഇരിക്കുന്നതൊന്നും ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പം ഇങ്ങനെ കുറേ ഇരിപ്പിടങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ കുറേ പ്ലാന്റ്സിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ അവിടെ തന്നെയുള്ളൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു പൂളാണ്. ഈ പൂളിൽ ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ വെള്ളം വീഴ്ത്തുകയാണ്. അപ്പോൾ ഇത് ഇറങ്ങിയതെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ സംഭവമാണ്, നാച്ചുറലായിട്ടുള്ള കാണാൻ രസമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള വാട്ടർഫോൾ ഉണ്ടെങ്കിൽ കുറേ കൂടി ഭംഗിയായിട്ട് നാച്ചുറലായിട്ട് ചെയ്യുന്നത്. പക്ഷേ മേബി അവിടെ വാട്ടർഫോൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരിങ്ങോട്ടൊന്ന് ബിൽഡ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ വീഡിയോ എടുത്ത് പിന്നെയും വീടിൻ്റെ അവിടെ ഇതുപോലത്തെ ഇരിപ്പിടങ്ങളാണ് അവിടെയുള്ള. കുറച്ചൊരു വനം തന്നെയാണിത്. സോ ഇങ്ങനെ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. DF ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ മാനന്തവാടി ടൗണിൽ നിന്ന് മൈസൂർ റോഡിന് പോകുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത് ഞാൻ അവിടെ നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ശബ്ദം ഒരുപാട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്യാൻ നിർത്തിയാണ്. പിന്നെ ഇങ്ങനെ വീണ്ടും നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മുമ്പിലും ആയില്ല പിന്നിലും ആയില്ല. ഞാൻ അവരെ ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇരിപ്പിടങ്ങളിൽ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്, കോളേജ് സ്റ്റുഡൻസൊക്കെ വന്നിരിക്കുന്നുണ്ട്. എല്ലാവരും ഇത് ഒരാൾക്ക് ഉപകാരമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതാണ് സംഭവം, കാട് പോലെ ഉള്ളിലൊരു കാട്. ഓഫീസിന് പുറത്തുള്ളത് ഒരു കാടാണ്. അത് പൊതുജനങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കുറച്ച് ദൂരം നടന്ന് മുമ്പോട്ടേക്ക് പോയി അവസാനം ഇതിൻ്റെ എൻഡെത്താണ്. സോ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ അപൂർവ ഇനം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ പേര് പിന്നെ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം എടുക്കാനായി ഒറ്റയ്ക്കായിരുന്നുകൊണ്ട് തന്നെ എൻ്റെ പുറകിലുണ്ടായിരുന്ന ഫാമിലിയിൽ പാസ് ചെയ്തവർ കുറച്ച് സ്ലോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കാണുന്നില്ല, അതിനത് എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ ശരിക്കും ഇങ്ങനെ നമ്മൾ അറിയാത്ത സ്ഥലത്തിൽ കൂടെ കുറച്ചും കൂടി പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം പോകാൻ. പക്ഷേ ഇതൊരു പാർക്കായതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനൊന്നുമില്ല. ബട്ട് നമുക്കൊരു
സ്ട്രെയിഞ്ച് ഫീലിംഗ് ആയിരിക്കും. ഇതാണ് അതിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത്. എക്സിറ്റിൻ്റെ പുറത്തവർ ഒരു ഗുഹ പോലത്തെ ഒരു കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടൊരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഈ മാതൃക ഇതിനുള്ളിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് പോകേണ്ടത്. ഇതാണ് ഇതിൻ്റെ എക്സിറ്റ് വരുന്നത്. പക്ഷേ ഇതിനവിടെ കുറേ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും സെറ്റായിട്ടില്ല. ഇതാണ് അതിൻ്റെ പാറ, ഒരു ഗുഹ പോലെ. ഇത് എക്സിറ്റ്, നമ്മളെ എക്സിറ്റ് ലീഡ് ചെയ്തിട്ടും ഇപ്പോൾ അടുത്തെന്തോ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റും പാട്ടുകളൊക്കെ അവിടെ കണ്ടിട്ടുള്ളത്. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബിൽഡിംഗ് ഒരു ടോയ്ലറ്റാണ്. എനിക്ക് ടോയ്ലറ്റ് പോകാൻ വേണ്ടി